1938 അമേരിക്കയിലുള്ള ഒരു ശ്മശാനത്തിൽ 2 കൂലിപ്പണിക്കാർ എത്തിച്ചേർന്നു. ആ ശ്മശാനത്തിലുള്ള ഒരു പ്രത്യേക ശവക്കല്ലറ മാത്രം പൊളിച്ചു കളയാനാണ് അവർ എത്തിയത്. എന്തുകൊണ്ടാണെന്നറിയില്ല, ആ കല്ലറ പൊളിക്കുന്നതിന് 3 ഇരട്ടി കൂലിയാണ് അവരുടെ യജമാനൻ വാഗ്ദാനം ചെയ്തത്. ഉത്സാഹത്തോടെ ആ കല്ലറ പൊളിക്കാനായി അവർ ആയുധങ്ങൾ പുറത്തെടുത്തു. പെട്ടെന്നാണ് ആ കല്ലറയിൽ അടക്കം ചെയ്തിരിക്കുന്നയാളുടെ പേര് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. കാൾ പ്രോയിറ്റ്. ആ പേര് കേട്ടതും ഭയന്നു വിറച്ച അവർ ആ നിമിഷം തന്നെ അവിടുന്ന് ജീവനും കൊണ്ടോടി. ആരായിരുന്നു കാൾ പ്രോയിറ്റ്? അമാനുഷിക സംഭവങ്ങൾക്കും ഒരുപാട് ദുർമരണങ്ങൾക്കും കാരണമായ കാൾ പ്രോയിറ്റ് ഗ്രേവ്യാർഡിനെ പറ്റി ഈ വീഡിയോയിലൂടെ അറിയാം. വെൽക്കം ടു ദ ഹോണ്ടഡ് വെബ്. കെൻഡക്കിയിലെ പളാസ്കി കൗണ്ടിയിലുള്ള ഒരു കാർപ്പൻ്ററായിരുന്നു കാൾ പ്രോയിറ്റ്. ജീവിച്ചിരുന്നപ്പോൾ മിസ്റ്റർ പ്രോയിറ്റ് എന്നറിയപ്പെട്ടിരുന്ന അദ്ദേഹത്തെ മരണശേഷം ആ നാട്ടുകാർ വിശേഷിപ്പിച്ചത് ചെയിൻ കില്ലർ എന്നായിരുന്നു. അതിനുള്ള കാരണം എന്തായിരുന്നുവെന്ന് ഇനി നോക്കാം. 1938 ജൂൺ മാസം കാൾ പ്രോയിറ്റ് പതിവ് പോലെ ജോലി കഴിഞ്ഞ് തൻ്റെ വീട്ടിലെത്തി. സുന്ദരിയായ തൻ്റെ ഭാര്യ അടുക്കളയിലായിരിക്കുമെന്ന് കരുതി ബെഡ്റൂമിന്റെ വാതിൽ തുറന്ന കാൾ പ്രോയിറ്റ് കണ്ടത് മറ്റൊരു പുരുഷനുമായി കിടക്ക പങ്കിടുന്ന തൻ്റെ ഭാര്യയാണ്. മുൻകോപിയായ അദ്ദേഹത്തിന് ആ കാഴ്ച സഹിക്കാവുന്നതിനും അപ്പുറമായിരുന്നു. ഇതേ സമയം ഭാര്യയുടെ കാമുകൻ അവളെ തനിച്ചാക്കി വിൻഡോയിലൂടെ പുറത്തേക്ക് ചാടി രക്ഷപ്പെട്ടു. അപ്പോൾ വന്ന അടങ്ങാത്ത പകയിൽ കാൾ പ്രോയിറ്റ് ഒരു ചെയിൻ കൊണ്ട് ഭാര്യയുടെ കഴുത്തിൽ മുറുക്കി അവളെ കൊലപ്പെടുത്തി. അല്പസമയത്തിന് ശേഷം ദേഷ്യമടങ്ങിയപ്പോൾ കൊല്ലപ്പെട്ട തന്റെ ഭാര്യയെ നോക്കി അയാൾ പൊട്ടിക്കരഞ്ഞു. ഒടുവിൽ ആ ദുഃഖം താങ്ങാനാകാതെ തന്റെ തോക്കെടുത്ത് തലയ്ക്ക് വെടിവെച്ച് അയാൾ ആത്മഹത്യ ചെയ്തു. അതിനുശേഷം സ്വാഭാവികമായും കാൾ പ്രോയിറ്റിന്റെ ഭാര്യയുടെ ബന്ധുക്കളുടെ ആവശ്യപ്രകാരം അദ്ദേഹത്തിന്റെ ഭാര്യ അടക്കം ചെയ്ത ശ്മശാനത്തിൽ നിന്നും വളരെ അകലെയുള്ള മറ്റൊരു ശ്മശാനത്തിലാണ് കാൾ പ്രോയിറ്റിന്റെ ശരീരം അടക്കം ചെയ്തത്. വളരെ വിചിത്രമായി അദ്ദേഹത്തെ അടക്കം ചെയ്ത് ഒരാഴ്ചയ്ക്ക് ശേഷം ചെയിൻ ഷേപ്പിൽ വൃത്താകൃതിയിൽ അദ്ദേഹത്തിന്റെ കല്ലറയ്ക്ക് ചുറ്റും പുല്ല് വളരാൻ തുടങ്ങി. മാത്രമല്ല, കല്ലറയുടെ നിറവും മങ്ങാൻ തുടങ്ങി. കാൾ പ്രോയിറ്റിന്റെ കല്ലറയെ ആ ശ്മശാനത്തിലുള്ള മറ്റ് കല്ലറകളുമായി പരസ്പരം ബന്ധിപ്പിക്കുന്നത് പോലെ ഒരു ചെയിൻ ഷേപ്പിൽ പുല്ല് പടർന്നു കയറി. ഇത് കണ്ട നാട്ടുകാർ ആ ശവക്കല്ലറ ശപിക്കപ്പെട്ടതാണെന്നും അത് പൊളിച്ചു കളയണമെന്നും ആവശ്യപ്പെട്ടെങ്കിലും അധികാരികൾ അത് കാര്യമായി എടുത്തില്ല. 1 മാസത്തിന് ശേഷം 16 വയസ്സുള്ള ജെയിംസ് കൊളീൻസും അവന്റെ സുഹൃത്തുക്കളും സൈക്കിൾ റൈഡ് ചെയ്ത് ആ ശ്മശാനത്തിലെത്തി. ആ ശ്മശാനത്തിൽ അമാനുഷികമായി ഒന്നും തന്നെ ഇല്ല എന്ന് തെളിയിക്കുകയാണ് അവന്റെ ലക്ഷ്യം. അതിന്റെ ഭാഗമായി ജെയിംസ് കൊളീൻസ് ഒരു പാറയെടുത്ത് കാൾ പ്രോയിറ്റിന്റെ കല്ലറയിലെറിയുകയും കല്ലറയുടെ മുകൾ ഭാഗത്തിന്റെ വക്ക് പൊട്ടുകയും ചെയ്തു. അതിനുശേഷം അവരെല്ലാം അവരവരുടെ വീട്ടിലെത്തി. പക്ഷേ ജെയിംസ് കൊളീൻസ് മാത്രം തിരികെ വീട്ടിലെത്തിയില്ല. അങ്ങനെ ജെയിംസിനെ തേടിയിറങ്ങിയ അവന്റെ അമ്മ ആ ശ്മശാനത്തിനടുത്തുള്ള ഒരു മരത്തിൽ ഇടിച്ചു തകർന്ന അവന്റെ സൈക്കിളും സൈക്കിളിന്റെ ചെയിൻ കഴുത്തിൽ കുടുങ്ങിയ നിലയിൽ മരിച്ചു കിടക്കുന്ന ജെയിംസിനെയും അവർ കണ്ടെത്തി. അതിനുശേഷം അവന്റെ സുഹൃത്തുക്കൾ പറഞ്ഞപ്പോഴാണ് ജെയിംസ് കൊളീൻസ് കാൾ പ്രോയിറ്റിന്റെ കല്ലറയിൽ പാറയെടുത്തെറിഞ്ഞ് അതിന്റെ വക്ക് പൊട്ടിച്ച കാര്യം എല്ലാവരും അറിഞ്ഞത്. അങ്ങനെ നാട്ടുകാർ ആ ശ്മശാനത്തിലെത്തി കല്ലറയിൽ നോക്കിയപ്പോൾ ആ കല്ലറയ്ക്ക് യാതൊരു പൊട്ടലുമില്ല. അങ്ങനെ ജെയിംസ് കൊളീൻസിനെ കൊന്നത് കാൾ പ്രോയിറ്റിന്റെ കല്ലറയാണെന്ന് ആ നാട് മൊത്തം പാട്ടായി. ഒരാഴ്ചയ്ക്ക് ശേഷം ജെയിംസ് കൊളീൻസിന്റെ അമ്മ പ്രതികാരം ചെയ്തത് തന്റെ മകന്റെ മരണത്തിന് കാരണമായ ആ കല്ലറ പല കഷ്ണങ്ങളായി വെട്ടിപ്പൊളിച്ചുകൊണ്ടാണ്. ആ സംഭവത്തിന് സാക്ഷികളുമുണ്ട്. എന്നാൽ അതിന്റെ തൊട്ടടുത്ത ദിവസം അവരുടെ വീടിന്റെ പിന്നാമ്പുറത്ത് വസ്ത്രങ്ങൾ ഉണക്കാൻ ഉപയോഗിക്കുന്ന അയയിൽ തൂങ്ങി മരിച്ച നിലയിൽ ആ സ്ത്രീയുടെ ബോഡിയും കണ്ടെത്തി.
മാത്രമല്ല ഇത്തവണയും കാൾപ്രോയിറ്റിന്റെ കല്ലറയ്ക്ക് യാതൊരുവിധ തകരാറുമില്ല. ആ സംഭവത്തിന് ശേഷം കുപ്രസിദ്ധമായ ആ കല്ലറ കാണാൻ പല നാടുകളിൽ നിന്നും ആളുകളും എത്തി. ആ സമയത്താണ് ആ സ്ഥലത്തെ ഒരു കർഷകൻ 3 ഫാമിലി മെമ്പേഴ്സുമായി ഒരു കുതിരവണ്ടിയിൽ ആ ശ്മശാനത്തിലെത്തിയത്. തന്റെ ധൈര്യം പ്രകടിപ്പിക്കാനായി ഒരു തോക്കെടുത്ത് ആ ശവക്കല്ലറയിലേക്ക് അയാൾ വെടിവെച്ചു. നിർഭാഗ്യവശാൽ വെടിവെച്ച കേട്ട കുതിര വരണ്ട് ഓടാൻ തുടങ്ങി. വണ്ടിയിലുള്ള 3 ഫാമിലി മെമ്പേഴ്സും ചാടി രക്ഷപ്പെട്ടെങ്കിലും ആ കർഷകൻ നിയന്ത്രണം വിട്ട കുതിരവണ്ടിയിൽ നിന്നും തെറിച്ച് വണ്ടിയുടെ ചെയിനിൽ വീണ് അയാളുടെ തലയേറ്റുപോയി. അതിനെ തുടർന്ന് ആ കല്ലറയെപ്പറ്റി അന്വേഷിക്കാൻ 2 പോലീസ് ഉദ്യോഗസ്ഥർ എത്തിച്ചേർന്നു. അതിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ആ കല്ലറയെ കളിയാക്കുകയും അതിനു മുന്നിൽ നിന്ന് കല്ലറയെ ഡീഗ്രേഡ് ചെയ്യുന്ന രീതിയിൽ ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുകയും ചെയ്തു. ആ ശ്മശാനത്തിൽ വെച്ച് ഒന്നും സംഭവിച്ചില്ലെങ്കിലും അവിടുന്ന് തിരിച്ചു പോയപ്പോൾ ഒരു തിളങ്ങുന്ന പ്രകാശഗോളം അവരുടെ കാറിനെ ഫോളോ ചെയ്യാൻ തുടങ്ങി. അതുകണ്ട് ഭയന്ന് അവർ അതിവേഗത്തിൽ കാർ ഓടിക്കുകയും വളയ്ക്കുകയും ചെയ്തപ്പോൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ കാറിൽ നിന്ന് പുറത്തേക്ക് തെറിച്ച് ചെറിയ പരിക്കുകളോടെ രക്ഷപ്പെട്ടെങ്കിലും നിയന്ത്രണം വിട്ട കാർ ഒരു കമ്പിവേലിയിലേക്ക് ഇടിച്ചു കയറിയപ്പോൾ കാറിലുണ്ടായിരുന്ന 2ാമത്തെ പോലീസുകാരന്റെ കഴുത്ത് വേലിക്കമ്പിയിലിടിച്ച് അയാൾ മരണപ്പെട്ടു. അതിനുശേഷമാണ് അവസാനമായി ആർതർ ലീവീസ് എന്ന യുവാവ് ഈ സംഭവങ്ങളെല്ലാം വെറും കോയിൻസിഡൻസ് മാത്രമാണെന്നും ഞാൻ അത് തെളിയിക്കാമെന്നും പറഞ്ഞ് രംഗത്തെത്തിയത്. ഭാര്യയുടെ അനുവാദവും വാങ്ങി അയാൾ ആ ശ്മശാനത്തിലെത്തി. ഒട്ടും പേടിയില്ലാതെ ഉളിയും ചുറ്റിയലും കൊണ്ട് ആർതർ ആ കല്ലറ പൊളിക്കാൻ തുടങ്ങി. അല്പസമയത്തിനു ശേഷം ശ്മശാനത്തിൽ നിന്നും ഒരു അലർച്ച കേട്ട് നാട്ടുകാർ അവിടേക്കെത്തി. ശ്മശാനത്തിന്റെ ഗേറ്റ് കെട്ടാൻ ഉപയോഗിക്കുന്ന ചെയിൻ കഴുത്തിൽ ചുറ്റിയ നിലയിൽ മരിച്ചു കിടക്കുന്ന ആർതറിനെയാണ് നാട്ടുകാർ കണ്ടത്. സ്വാഭാവികമായും നാട്ടുകാർ ആ കല്ലറയിലേക്ക് നോക്കിയപ്പോൾ പഴയ പോലെ തന്നെ ആ കല്ലറയ്ക്ക് യാതൊരു കുഴപ്പവുമില്ല. ഭയന്നുപോയ നാട്ടുകാരിൽ പലരും അവരുടെ ബന്ധുക്കളുടെ മൃതശരീരങ്ങൾ ആ ശ്മശാനത്തിൽ നിന്നും കുഴിച്ചെടുത്ത് മറ്റ് ശ്മശാനങ്ങളിൽ കൊണ്ടടക്കുകയും ചെയ്തു. 1958 മൈനിങ്ങിന്റെ ഭാഗമായി ആ ശ്മശാനം പൂർണ്ണമായും തകർക്കപ്പെട്ടു. അതോടുകൂടി കാൾപ്രോയിറ്റിന്റെ കല്ലറയുമായി ബന്ധപ്പെട്ട പ്രേതകഥകളും എന്നേക്കുമായി അവസാനിച്ചു. മൈനിങ്ങിന് മുൻപ് കാൾപ്രോയിറ്റിന്റെ ശരീരം വെളിപ്പെടുത്താത്ത ഒരു സ്ഥലത്തേക്ക് മാറ്റിയിട്ടുണ്ടെന്നും പറയപ്പെടുന്നു. മാത്രമല്ല മരിച്ച വ്യക്തികളുടെ ആത്മാവിന്റെ ശക്തി വർഷങ്ങൾ കഴിയുമ്പോൾ ക്ഷയിക്കുമെന്നും അതുകൊണ്ടാണ് മൈനിങ്ങിന്റെ ഭാഗമായി കാൾപ്രോയിറ്റിന്റെ കല്ലറ തകർക്കപ്പെട്ടപ്പോൾ ദുർമരണങ്ങളൊന്നും സംഭവിക്കാഞ്ഞതെന്നും പാരനോർമൽ ഇൻവെസ്റ്റിഗേറ്റേഴ്സ് അവകാശപ്പെടുന്നു. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഇതൊരു അർബൻ ലെജൻഡ് മാത്രമാണ്. കാൾപ്രോയിറ്റ് ഗ്രേവ്യാർഡിന്റെ എക്സാക്ട് ലൊക്കേഷനോ മരണപ്പെട്ട വ്യക്തികളുടെ ഫോട്ടോസോ ഒന്നും തന്നെ അവൈലബിൾ അല്ല. മാത്രമല്ല ഈ സംഭവത്തിന്റെ പല വെർഷൻസ് ആണ് ഇന്റർനെറ്റിലുള്ളത്. സോ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യൂ. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണും വരെ ഗുഡ് ബൈ.